അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ നൽകി. 1.5 ദിവസമായി ഉൾക്കാട്ടിലായിരുന്ന കാട്ടാനയെ ഇന്നാണ് കണ്ടെത്താനായത്. ആനയുടെ മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്ത ശേഷം മരുന്നും ആന്റിബയോട്ടിക്കുകളും നൽകി ആനയെ കാട്ടിലേക്ക് മോചിപ്പിച്ചു. ആനയ്ക്ക് തുടർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ദിവസം മുൻപേ ദൗത്യത്തിനിടെ കാട്ടിലേക്ക് ഉൾവലിഞ്ഞ ആനയെക്കുറിച്ച വിവരങ്ങളുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് കാടിറങ്ങിയ കാട്ടാനയെ കണ്ടെത്താനായത്. 3 കാട്ടാനകൾക്കൊപ്പം നിന്ന കൊമ്പൻ വെറ്റിലപ്പാറ 14 നിന്ന് ചാലക്കുടി പുഴയിലെ തുരുത്തിലേക്ക് മാറി. ഇതിനിടയിൽ ദൗത്യസംഘം മേഖലയിലെത്തി. ആനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിൽ വെച്ച മയക്കുവെടി വെച്ചു. രണ്ടു തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി. പിന്നാലെ ആനയെ വടം വെച്ച് ബന്ധിപ്പിച്ച ശേഷം കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി. ഏണിയിൽ കയറി നിന്ന ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി. ആനകൾ ഏറ്റുമുട്ടിയപ്പോഴുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ആനയുടെ മസ്തകത്തിലുള്ളതെന്നും മുറിവ് ആഴമേറിയതും ഉണങ്ങാത്ത നിലയിലുമായിരുന്നുവെന്നും ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അരുൺ സക്രിയ കൂട്ടിച്ചേർത്തു. പ്രോഗ്നോസിസ് നമ്മൾ പറയുന്നത് 50%. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെന്റിന്റെ മുകളിലും ബാക്കിയെല്ലാ ആക്ടിവിറ്റിയിലും അപ്പോൾ നമ്മൾ ഇനി ഫർദർ ഒബ്സർവ് ചെയ്യണം. ഇതിന് ബാക്കി എല്ലാ ഫംഗ്ഷനിങ്ങും പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കണം. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. 3 ദിവസത്തെ പ്രയത്നമായിരുന്നുവെന്നും എല്ലാവരുടെയും സഹായ സഹകരണത്തിന് നന്ദിയുണ്ടെന്നും DFO R ലക്ഷ്മി പറഞ്ഞു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായാലും നമുക്ക് ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. ആനിമലിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മയക്കം വിട്ടുമാറിയ ആനയെ പിന്നീട് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടിൽ മോചിപ്പിച്ചു. വനംവകുപ്പിന്റെ 3 ദിവസത്തെ പ്രയത്നത്തിന് വിരാമം. കാടിറങ്ങിയ കൊമ്പനെ കണ്ടെത്തി മയക്കുവെടി വയ്ക്കാനായത് വനംവകുപ്പിന് ഏറെ ആശ്വാസകരം. അതിരപ്പള്ളിയിൽ നിന്നും A അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.